എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടൈം ഡിലേ സർക്യൂട്ടിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടൈം ഡിലേ സർക്യൂട്ടാണ്. അപ്പോൾ നമ്മളിതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സർക്യൂട്ട് അവസാനം ഒന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്. ടൈം ഡിലേ സർക്യൂട്ട് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പ്രധാനമായും കംപ്രസർ മോട്ടോറുള്ള യൂണിറ്റിനാണ് ടൈം ഡിലേ സർക്യൂട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള റെഫ്രിജറേറ്ററുകൾ, അതേപോലെ എയർ കണ്ടീഷണറുകൾ, ഇതിൽ രണ്ടിലുമാണ് കംപ്രസർ യൂണിറ്റുകൾ ഉള്ളത്. കംപ്രസർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പവർ സപ്ലൈ ഓൺ ആക്കുമ്പോൾ കംപ്രസർ ഓൺ ആകാൻ തുടങ്ങുന്നു. കംപ്രസർ ഓണായി കൂളായി ശേഷം അത് കട്ട് ഓഫ് ആകുന്നു. ആ ഒരു പ്രക്രിയയാണ് കംപ്രസറിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കംപ്രസർ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോയിൽ സിസ്റ്റമാണ് അതിലുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഡിലേ സർക്യൂട്ട് നിർബന്ധമായിട്ടും വെക്കേണ്ടതുണ്ട്. പൊതുവെ നമ്മൾ അതിൽ വെക്കുന്ന സ്റ്റെബിലൈസറുകൾക്കാണ് ഈ ഡിലേ ടൈം സർക്യൂട്ട് ഉള്ളത്. അപ്പോൾ സ്റ്റെബിലൈസറുകളിലാണെങ്കിൽ അതിലൊരു വോൾട്ടേജ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവേ നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വാങ്ങിക്കുന്ന റെഫ്രിജറേറ്റർ ആയാലും എയർ കണ്ടീഷണർ ആയാലും അത് മൾട്ടി വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നു എന്നതുകൊണ്ട് അതിന് സ്റ്റെബിലൈസറിന്റെ ആവശ്യമില്ലെന്നാണ് വിൽക്കുന്നവർ പറയുന്നത്. പണ്ടത്തെ റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണറുകളും അതൊരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ യൂണിറ്റ് വർക്കൗട്ട് ആവുകയുള്ളൂ. അതായത് 230 വോൾട്ട് ഉണ്ടെങ്കിൽ അത് വർക്ക് ആവുകയുള്ളൂ. ചിലപ്പോൾ 220 അല്ലെങ്കിൽ 240 വന്നു കഴിഞ്ഞാലും വർക്കാവും. പക്ഷേ 200-ൽ താഴോട്ട് പോയാൽ അത് ഓഫ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്റ്റെബിലൈസർ പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ സ്റ്റെബിലൈസർ കുറഞ്ഞ വോൾട്ടേജിനെ സ്റ്റഡിയാക്കി നിർത്തുന്നു, ഓവറായിട്ട് വരുന്ന വോൾട്ടേജിനെ താഴ്ത്തി അതും സ്റ്റഡിയാക്കി നിർത്തുന്നു. പിന്നെ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിലേ സർക്യൂട്ട്. ആ ഡിലേ സർക്യൂട്ട് നമ്മൾ ഈ കംപ്രസർ യൂണിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി, ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫാക്കി ആ സമയത്ത് ഈ ഫ്രിഡ്ജും AC-യും വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. മെയിൻ സ്വിച്ച് ഓഫാക്കിയ അവസരത്തിൽ അതിന്റെ പവർ കട്ടാവുന്നു. വീണ്ടും ഓൺ ചെയ്യുമ്പോൾ കംപ്രസറിലോട്ട് പെട്ടെന്ന് ഒരു ഹൈ കറണ്ട് അങ്ങോട്ട് എത്തുന്നു. അപ്പോൾ ആ അവസരത്തിൽ ആ കംപ്രസർ യൂണിറ്റ് കേടായി പോകാനിടയുണ്ട്. അപ്പോൾ നമ്മൾ ആ കംപ്രസർ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ടൈം ഡിലേ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോ മെഷീൻ അനുസരിച്ചാണ് അതിൻ്റെ ടൈം ഡിലേ കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് 1 മിനിറ്റൊക്കെ കൊടുക്കാം, ഇല്ലെങ്കിൽ 2 മിനിറ്റ് വരെയുള്ളതൊക്കെ കൊടുക്കാം. AC ആണെങ്കിൽ 2 മുതൽ 3 മിനിറ്റ് വരെയൊക്കെ കൊടുക്കാം. അത് ഓരോ കംപ്രസറിന്റെ മോട്ടോറിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമ്മൾ അതിന് ടൈം ഡിലേ സർക്യൂട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഡിലേ സർക്യൂട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾക്ക് ഇതിന്റെ ടൈം ഡിലേ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ കംപ്രസറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ഒത്തിരി ആളുകൾ റെഫ്രിജറേറ്ററിനായാലും AC-ക്കായാലും സ്റ്റെബിലൈസർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് സ്റ്റെബിലൈസർ ഉപയോഗിക്കാണ്ട് ഇത് വർക്ക് ചെയ്യുന്നു. പക്ഷേ സ്റ്റെബിലൈസർ ഉപയോഗിക്കാത്ത അവസരത്തിൽ നമ്മുടെ വീടുകളിലുള്ള കറണ്ട്, വീട്ടിലുള്ള എന്തെങ്കിലും വർക്കിന് വേണ്ടി നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഈ കംപ്രസർ യൂണിറ്റ് ഓഫ് ആകുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അതിന്റെ ആ വർക്കിംഗ് പൂർത്തിയായിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ടെസ്റ്റിങ്ങിനായിട്ട് വീണ്ടും അത് റേസ് ചെയ്യുന്നു. ആ കംപ്രസർ വീണ്ടും സ്റ്റാർട്ട് എടുക്കുന്നു. അങ്ങനെ ഒരു 2-3 തവണ ഇതേപോലെ സഡൻലി കറണ്ട് വരെയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കംപ്രസർ പതിയെ ഡാമേജ് ആകുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു അവസരത്തിൽ നമ്മൾ ഈ കറണ്ട് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ ഈ കംപ്രസർ ചിലപ്പോൾ അതിന്റെ കോയിൽ ഫെയിലിയർ ആയിട്ടുണ്ടാകും. അതേപോലെ എയർ കണ്ടീഷണറിന്റെ അതേപോലെയുള്ള മറ്റു ഉപകരണങ്ങളും ഇതേപോലെ ടൈം ഡിലേ കൊടുത്തില്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സാധാരണ ഒരു PCBയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് ഡോട്ടഡ് PCBയിൽ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇൻവെർട്ടറിന്റെ ഒരു ചെറിയ PCBയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഹോളും കാര്യങ്ങളും അതേപോലെ ട്രാക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ കൂടി തന്നെയാണ് സർക്യൂട്ടുകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ റിലേ കോൺടാക്ട് ആയി ഈ ലോഡ് വർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ ലോഡായിട്ട് ഒരു ബൾബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ടൈം കഴിഞ്ഞാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം സ്വിച്ച് ഇട്ടാൽ ഉടനെ ഇത് വർക്കാവില്ല. ഇതിനു വേണ്ടി നമ്മളിവിടെ 12 വോൾട്ടിന്റെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമർ 12 വോൾട്ട് വെച്ചിട്ടാണ് ഈ റിലേ സ്വിച്ചും അതേപോലെ ഈ IC-യും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മളിവിടെ 2 LED ബൾബുകൾ വെച്ചിട്ടുണ്ട്, റെഡും ഗ്രീനും. റെഡ് നമ്മളുടെ മെയിൻ പവർ ഓൺ ആയെന്ന് അറിയിക്കുകയാണ്. ഗ്രീൻ ലോഡ് വന്നോ ഇല്ല എന്നുള്ളത് അറിയിക്കാൻ, അതായത് ഔട്ട് വന്നോ ഇല്ല എന്ന് അറിയിക്കാൻ, ഇത് ഇന്ന് വന്നോ ഇല്ല എന്ന് അറിയിക്കാൻ. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇനി ഈ പവർ ഓൺ ആയി വരുമ്പോഴായിരിക്കും
ഗ്രീൻ ഇൻഡിക്കേറ്റർ അതേപോലെ ബൾബ് വർക്കാവുന്നത്. ഈ വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ടൈം ഡിലേ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പേ ഉള്ളൂ, ഏകദേശം സെക്കൻഡുകളാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു അഡ്ജസ്റ്റബിൾ റെസിസ്റ്ററാണ് ഇട്ടിരിക്കുന്നത്. ആ അഡ്ജസ്റ്റബിൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡിലേ ടൈം കൂട്ടുവാനോ കുറക്കുവാനോ സാധിക്കും. ഇനി അവിടെ ഒരു പ്രീസെറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ സ്ക്രൂ തിരിച്ചിട്ട് ഇതിൻ്റെ ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീസെറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്ര ടൈം വേണമെന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ഇട്ടാൽ മതി. ഞാൻ ഇതിവിടെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിക്കുകയാണ്. ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു 30 ആംപിയറിൻ്റെ റിലേ സ്വിച്ചാണ്. അതേപോലെ 12 വോൾട്ടിൻ്റെ 500 മില്ലി ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറും പിന്നെ ഇവിടെ ഇതിൻ്റെ പ്രധാന ഘടകമായ ICയും അതിൽ 2 റെസിസ്റ്ററും ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും ഒരു ഡയോഡും ഒക്കെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെ 2 ഇൻഡിക്കേറ്ററുകൾ വെച്ചിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റർ ആണ്. ആ LED ഇൻഡിക്കേറ്റർ ഒരെണ്ണം റെഡും ഒരെണ്ണം ഗ്രീനുമാണ്. പിന്നെ ഇവിടെ കണക്ഷൻ കൊടുക്കുവാനായിട്ട് നമ്മൾ ഇതിൻ്റെ കോൺടാക്റ്റുകളാണ് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇൻവെർട്ടറിലുള്ള ടാഗുകൾ എന്നാണ് ഇതിൻ്റെ പേര്. മെയിൻ ലൈൻ ഇന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫേസ് ആണ്. ഇവിടെ ഇന്ന് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ വരുന്ന 2 കണക്ടറാണ് ഔട്ട് വരുന്നത്. ഇവിടെ L ഔട്ട് N ഔട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വെരി സിമ്പിൾ ടൈം ഡിലേ സർക്യൂട്ട് 230 വോൾട്ട് AC. നോട്ട് എഴുതിയിട്ടുണ്ട് ഫോർ ഫ്രിഡ്ജ് എയർ കണ്ടീഷണർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന കോമൺലി വളരെ ചിലവ് കുറഞ്ഞത് എല്ലായിടത്തും കിട്ടുന്നതായിട്ടുള്ള ഒരു IC ആണ് 555 എന്ന നമ്പറുള്ള IC. അതിലാകെ 8 ലെഗുകളാണ് ഉള്ളത്. ഈ 8 ലെഗിൽ 2 ലെഗ് ഫ്രീ ആണ്. അതിൽ യാതൊരുവിധ കണക്ഷനും ഇല്ല. 5ഉം 7ഉം എന്ന് പറഞ്ഞാൽ പിന്നിൽ കണക്ഷനുകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ADJ റെസിസ്റ്ററാണ് നമ്മൾ ഇതിൻ്റെ ടൈം ഡിലേ കൂട്ടുവാനും കുറക്കുവാനും സഹായിക്കുന്നത്. ഞാനിവിടെ 68K ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 68K റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ ഇതിൻ്റെ ടൈം ഡിലേ കൂടുന്നു. അപ്പം നമുക്ക് ഒരു 1 മിനിറ്റാണ് വേണ്ടതെങ്കിൽ 1 മെഗ് ഇട്ടാൽ മതി. 2 മിനിറ്റ് ആണെങ്കിൽ 2.2 മെഗ് ഇടാം. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ വരുന്ന ഒരു കപ്പാസിറ്ററാണ്. ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയതാണ്. ഇത് 100 UF 25 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ പിന്നുകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 8ാമത്തെ പിന്നും 4ാമത്തെ പിന്നും പോസിറ്റീവ് 12 വോൾട്ടാണ് വരുന്നത്. അത് നമ്മളിവിടെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ഇതിൻ്റെ സപ്ലൈ കൊടുക്കേണ്ടത്. അതേപോലെ നെഗറ്റീവ് വരുന്നത് 1ാമത്തെ പിന്നിലാണ്. അതേപോലെ 6ാമത്തെ പിന്നും 2ാമത്തെ പിന്നും തമ്മിൽ ഒരു ജമ്പർ ഇട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം 1ാമത്തെ പിന്നും 2ാമത്തെ പിന്നും തമ്മിലാണ് ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെത് 100 UF 25 വോൾട്ട്. അപ്പോൾ ഈ ഇൻപുട്ട് പവർ സപ്ലൈയിലാണ് നമ്മൾ റെഡ് LED വെച്ചിരിക്കുന്നത്. ആ റെഡ് LED 1K8 റെസിസ്റ്റർ ഇട്ടാണ് വെക്കേണ്ടത്, നേരിട്ട് കൊടുക്കരുത്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് 3ാമത്തെ പിന്നാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഇതിൻ്റെ ഔട്ട് വരുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ റിലേയിലോട്ട് കൊടുത്തിട്ട് റിലേയിലോട്ട് ഡയറക്റ്റ് പോസിറ്റീവ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ചെയ്ത് വരുമ്പോഴാണ് ഈ റിലേ കോണ്ടാക്ട് ആകുന്നത്. ഈ റിലേ കോണ്ടാക്ട് കണക്ഷൻ നമുക്ക് നോക്കാം. NC അതായത് നോർമലി ക്ലോസ്ഡ്, NO നോർമലി ഓപ്പൺഡ്, പിന്നെ കോമണും NOയും തമ്മിലാണ് നമ്മൾ ലോഡ് എടുക്കേണ്ടത്. അത് കോമൺലി ലൈൻ കൊടുക്കുകയോ NOയിൽ ലൈൻ കൊടുക്കുകയോ ചെയ്യാം. അതിൽ നിന്നും വരുന്ന ഒരു ലൈൻ നമ്മൾ ലോഡിലോട്ട് കൊടുക്കുന്നു, ലോഡിന്റെ മറ്റേ ഭാഗം ന്യൂട്രലിലോട്ടും കൊടുക്കുന്നു. പ്രധാനമായിട്ടും ഫേസ് വരുന്ന ലൈൻ വയർ ഈ റിലേ സ്വിച്ചിൽ വരേണ്ടതാണ്. പിന്നെ ഈ റിലേ സ്വിച്ചിന്റെ കോയിലിൽ നമ്മളൊരു IN 4007 ഡയോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പൊളാരിറ്റി നോക്കിയിട്ടാണ് ഇടാൻ. പോസിറ്റീവില് കാഥോഡ്, നെഗറ്റീവില് ആനോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൈനിൽ തന്നെ നമ്മളിവിടെ ഒരു ഗ്രീൻ LED കൊടുത്തിട്ടുണ്ട്. അത് കാഥോഡും ആനോഡും നോക്കി കൊടുക്കുക. അതിൽ ഒരു 1K8 റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഒരു പ്രീസെറ്റ് ഇടാമെന്ന് പറഞ്ഞത്. പ്രീസെറ്റ് 2.2 മെഗിൻ്റെ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ടൈം ഡിലേ വേരിയബിൾ ആയിട്ട് കുറക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ടൈം ഡിലേ സർക്യൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.